അസ്സലാമു പുതിയൊരു റെസിപ്പിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ റെസിപ്പി ഒരു മക്രോണി റെസിപ്പിയാണ്, ഇന്ത്യൻ സ്റ്റൈൽ മക്രോണി. പക്ഷേ ഇതിൽ ഞാൻ 2 സീക്രട്ട് ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഇൻഗ്രീഡിയൻസ് എന്തായാലും നിങ്ങളുടെ മക്രോണി ഒരു നെക്സ്റ്റ് ലെവൽ ടേസ്റ്റിലേക്ക് മാറ്റും. അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കേണ്ട ഒരു റെസിപ്പിയാണ്. അപ്പോൾ റെസിപ്പിയിലേക്ക് കടക്കാം. മക്രോണി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആദ്യം തന്നെ മസാല പ്രിപ്പയർ ചെയ്യാം. അതിന് വേണ്ടിയിട്ട് ഒരു പാൻ വെച്ച് ചൂടാക്കാം. അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കാം. ഇനി അതിലേക്ക് 2 വലിയ സവാള ചെറുതായി കട്ട് ചെയ്തതും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ട് നന്നായി ഒന്ന് വഴറ്റി കൊടുക്കാം. ഉള്ളി കുക്കായി വന്നതിന് ശേഷം ഇതിലേക്ക് 1 ടേബിൾ സ്പൂണോളം ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ആഡ് ചെയ്ത് നന്നായി വഴറ്റി കൊടുക്കാം. അതിലേക്ക് ഒരു 2 പച്ചമുളക് ചെറുതായി കട്ട് ചെയ്തതും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഇതെല്ലാം കൂടി നന്നായി ഒന്ന് വഴറ്റിയതിന് ശേഷം ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കുക. മഞ്ഞൾപ്പൊടി ആഡ് ചെയ്തതിന് ശേഷം അതിൻ്റെ പച്ചമണമൊക്കെ മാറുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ആഡ് ചെയ്ത് കൊടുക്കുക. അതിൻ്റെയും പച്ചമണം മാറുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കുക. മസാല പൊടികളൊക്കെ ആഡ് ചെയ്യുന്ന സമയത്ത് എപ്പോഴും ലോ ഫ്ലെയിമിൽ വെക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക, അല്ലെങ്കിൽ പൊടികൾ കരിഞ്ഞു പോവും. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂണോളം ഗരം മസാല ആഡ് ചെയ്ത് കൊടുക്കുക. ഇത് ഞാൻ വീട്ടിൽ പൊടിച്ച ഗരം മസാലയാണ്. ഇനി ഇതൊക്കെ നന്നായി ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഇനി ഞാനിതിലേക്ക് ഫസ്റ്റ് സീക്രട്ട് ഇൻഗ്രീഡിയൻ്റ് ആണ് ആഡ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ പലരും ഇങ്ങനെയൊക്കെ തന്നെയായിരിക്കും മക്രോണി ഉണ്ടാക്കുന്നത്, പക്ഷെ അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഇത് ഞാൻ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഇതിലേക്ക് തക്കാളി അല്ല ആഡ് ചെയ്യുന്നത്, ടൊമാറ്റോ പേസ്റ്റാണ്. ഇത് നമുക്ക് കടയിൽ നിന്ന് ബോട്ടിൽ വാങ്ങിക്കാൻ കിട്ടും. അങ്ങനെ 2 ടേബിൾ സ്പൂണ് ടൊമാറ്റോ പേസ്റ്റാണ് ഞാനിവിടെ ആഡ് ചെയ്യുന്നത്. 2 വലിയ ടേബിൾ സ്പൂണാണ്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ടൊമാറ്റോ പേസ്റ്റ് ഇല്ലെങ്കിൽ ടൊമാറ്റോ 2 തക്കാളി മിക്സിയുടെ ജാറിലിട്ട് അരച്ചെടുത്തിട്ട് ഒഴിച്ചു കൊടുത്താൽ മതി. അപ്പോൾ ആ ടൊമാറ്റോൻ്റെ ഫ്ലേവർ നന്നായി കിട്ടും. അപ്പോൾ നമ്മുടെ മക്രോണിക്ക് നല്ലൊരു ഫ്ലേവറായിരിക്കും. ടൊമാറ്റോ നമ്മൾ കട്ട് ചെയ്തിടുന്ന സമയത്ത് അത്രക്കും അങ്ങോട്ട് ടേസ്റ്റ് കിട്ടുന്നില്ല. അപ്പോൾ എല്ലാവരും ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. തക്കാളിയാണ് ഇടുന്നതെങ്കിൽ 2 തക്കാളി അരച്ചെടുത്തിട്ട് ഒഴിച്ചു കൊടുത്താൽ മതി. ഇനി ഈ ടൊമാറ്റോ പേസ്റ്റ് നമുക്കൊരു 1 മിനിറ്റോളം ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. അതിനുശേഷം നമുക്കിതിലേക്ക് ചിക്കനാണ് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പോൾ ഞാനിവിടെ 400 ഗ്രാമോളം ചിക്കൻ ഉപ്പും മുളകൊക്കെ ആഡ് ചെയ്ത് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ചെറിയ ചെറിയ പീസാക്കി കട്ട് ചെയ്തിട്ടാണ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. നന്ന ചെറിയ പീസാക്കേണ്ട, നമുക്ക് ഒന്ന് കടിക്കാൻ കിട്ടുന്ന ഒരു രീതിയിൽ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പം ചിക്കൻ ഇടുന്ന സമയത്ത് കുരുമുളകിൽ വേവിക്കാതെ സാധാരണ നമ്മൾ ഫ്രൈ ചെയ്യുന്ന പോലെ ചെയ്താൽ നല്ലൊരു ടേസ്റ്റ് ഉണ്ട് മക്രോണിക്ക്. അപ്പം അങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം. കുരുമുളകിൽ വേവിക്കുമ്പോൾ അത്രക്കും ആ ചിക്കന് ആ ഒരു ടേസ്റ്റ് കിട്ടുന്നില്ല. അപ്പോൾ ചിക്കൻ ഇട്ടതിന് ശേഷം ഒരു 2-3 മിനിറ്റ് ഇതൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒന്ന് കുക്ക് ചെയ്യണം, ചിക്കൻ്റെ ഫ്ലേവറൊക്കെ വരുന്നത് വരെ. ഇനി നമുക്ക് ഈ മസാല നല്ലൊരു ഗ്രേവി ടൈപ്പാണ് വേണ്ടത്, തിക്ക് ഗ്രേവി. ഡ്രൈ ആയിട്ടാണ് മസാല ഇരിക്കുന്നതെങ്കിൽ ഇതിലേക്ക് കുറച്ച് വെള്ളവും കൂടി ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമ്മൾ ടൊമാറ്റോ പ്യൂരി ആഡ് ചെയ്യുന്ന സമയത്ത് അത്യാവശ്യം തിക്ക് ഒരു ഡ്രൈ ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ഒരു 1/4 കപ്പ് നല്ല തിളപ്പിച്ച് ചൂടുവെള്ളം ആഡ് ചെയ്ത് കൊടുക്കാം. അല്ല ഇനി നിങ്ങൾ ടൊമാറ്റോ പ്യൂരിയാണ് ആഡ് ചെയ്യുന്നതെങ്കിൽ, അരച്ചിട്ടാണ് ആഡ് ചെയ്യുന്നതെങ്കിൽ അത്യാവശ്യം ഗ്രേവി ചിലപ്പോൾ ഉണ്ടാവും. അങ്ങനെയാണെങ്കിൽ ഈ വെള്ളം ഒഴിച്ചു കൊടുക്കണ്ട. അപ്പോൾ ഞാനിവിടെ ഒരു 1/4 കപ്പ് മുഴുവനായിട്ടില്ല, അത്രയും വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഇതൊരു 2 മിനിറ്റും കൂടി കുക്ക് ചെയ്യാം. ആ സമയം കൊണ്ട് ഞാൻ വേറൊരു അടുപ്പത്ത് മക്രോണി വേവിക്കാനുള്ള വെള്ളം തിളപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഇതിന് കണക്കൊന്നുമില്ല, ഒരു പാനിൽ നിറയെ വെള്ളം എടുത്തിട്ടുണ്ട്, ഒരു വലിയൊരു പാനിൽ തന്നെ. അപ്പോൾ വെള്ളം നന്നായി തിളച്ചതിന് ശേഷം ഇതിലേക്ക് 1 ടേബിൾ സ്പൂണോളം സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുക്കാം. മക്രോണി പറ്റി പിടിച്ചിരിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇതിലേക്ക് മക്രോണി ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാനിവിടെ 400 ഗ്രാമിൻ്റെ ഒരു പാക്കറ്റ് മക്രോണിയാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇതിന് ആവശ്യമുള്ള മസാലയാണ് നമ്മൾ നേരത്തെ പ്രിപ്പയർ ചെയ്ത് വെച്ചത്. ഇനി നമ്മൾ മസാലയിൽ മല്ലിയിലയും കൂടി ആഡ് ചെയ്തിട്ട് ആവശ്യത്തിന് ഉപ്പും കൂടി ആഡ് ചെയ്തതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം.
അപ്പോൾ മക്രോണി കുക്കായതിന് ശേഷം അത് നല്ലോണം ഊറ്റി അതിന് വെള്ളമൊക്കെ കളഞ്ഞിട്ടുണ്ട്. അത് ആ സെയിം മക്രോണി വേവിച്ച പാനിലേക്ക് ഇട്ട് കൊടുക്കാം. അതിലേക്ക് നമ്മൾ മസാല ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മൾ ഇതിലേക്ക് സെക്കൻഡ് സീക്രട്ട് ഇൻഗ്രീഡിയൻ്റാണ് ആഡ് ചെയ്യാൻ പോകുന്നത്. അത് എന്ന് പറയുന്നത് ക്രീം ചീസാണ്. അപ്പോൾ 2 ടേബിൾ സ്പൂണോളം ക്രീം ചീസാണ് ഞാനിവിടെ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഈ ക്രീം ചീസ് ആഡ് ചെയ്താൽ നമ്മുടെ മക്രോണി നല്ല ടേസ്റ്റാണ്. നമ്മൾ സാധാരണ ആ ഒരു ടേസ്റ്റിൽ നിന്നും വളരെ വ്യത്യാസമുണ്ട്. ഈ ക്രീം ചീസ് ആഡ് ചെയ്യുമ്പം നല്ലൊരു തിക്കായിട്ടുള്ളൊരു ഫ്ലേവറാണ് കിട്ടുന്നത്. അപ്പോൾ ചീസ് ആഡ് ചെയ്തിട്ട് നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അതിനുശേഷം ഈ മസാലയും ചീസും ഒക്കെ കൂടി നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് സെർവ് ചെയ്യാം. അപ്പോൾ ഈ ഒരു ടൈപ്പ് മക്രോണി എന്തായാലും എല്ലാവർക്കും ഇഷ്ടമാവും. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ പുതിയൊരു റെസിപ്പി ആയിട്ട് വീണ്ടും കാണാം. താങ്ക്